ഈ വീക്കിൽ ഇപ്പോൾ എന്താ ഉണ്ടായേ? ആരെ ഇപ്പോൾ പടക്കം പൊട്ടിച്ചേ? ഇങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ. ഒരു ദിവസം രാത്രിയിൽ ട്രംപ് ഇങ്ങോട്ട് വന്നിട്ട് ഒരു ട്വിറ്റ് ഇടുക, മര്യാദയ്ക്ക് ആ ഒരു സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് തുറന്നോ, അല്ലെങ്കിൽ നിങ്ങളെ ഫുള്ള് എന്താണ് സ്റ്റോൺ ഏജിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പുള്ളി പറഞ്ഞത്. ഞാൻ അതുവരെ ഒന്ന് പേടിക്കാതിരുന്ന് ഞാൻ അന്നൊന്ന് പേടിച്ചു. എങ്ങാണം പുള്ളി അതെങ്ങാണം ചെയ്തു കഴിഞ്ഞാൽ തീർന്ന്. പിന്നെ മാർക്കറ്റിൻ്റെ കാര്യം പിടിച്ചാൽ കിട്ടാത്ത രീതിയിലായിപ്പോൾ, ഒരുമാതിരി ആയിപ്പോൾ. സോ എൻ്റെ ഉറക്കം അന്നത്തെ ദിവസം പോയി. അല്ലേ തന്നെ കഴിഞ്ഞൊരു മാസം കൊണ്ട് ഭയങ്കര എന്താണ് തൊലിഞ്ഞിരിക്കുകയാണ് മാർക്കറ്റ്. എൻ്റെ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് എന്തായാലും കഴിഞ്ഞൊരു മാസത്തിൽ വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു എന്താണ് -4 അല്ല +3% കുഴപ്പമില്ലെങ്കിലും വളരെ കഷ്ടപ്പെട്ടാണ് ഒരു 20-25 SLM കാണും കിട്ടിയിട്ടുണ്ട് എനിക്ക്. അതിൽ നിന്നാണ് പിന്നീട് ഈ ഒരു റിക്കവറി ചെയ്തത്. കണ്ടിന്യൂസ് അല്ല, വിട്ട് ഭയങ്കര മെസ്സി ആയിരുന്നു പ്രൈസ് ആക്ഷൻ. സോ ഞാൻ ഒന്ന് ടെൻഷൻ അടിച്ചു, ഇനി ഇങ്ങേര് പോയിട്ട് ബോംബിട്ട് നശിപ്പിക്കുമോ ദൈവമേ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ. അപ്പം ഓയിലാണേലോ ഒറ്റ ദിവസം കൊണ്ട് 15%, സ്റ്റോക്ക് മാർക്കറ്റൊക്കെ കൂടെ ഒരു 1000 പോയിൻ്റ് കയറി. പിറ്റേ ദിവസം തന്നെ ഇതെല്ലാം കൂടെ തിരിച്ച് ഡ്രോപ്പ് ആവുകയും ക്രാഷ് ആവുകയും ചെയ്തു. ഇന്നത്തെ പരിപാടി നമ്മുടെ അതാണ്. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഇന്ന് ഡിസ്കസ് ചെയ്യും, കഴിഞ്ഞ ആഴ്ച നടന്നതുപോലെ. നെക്സ്റ്റ് വീക്കിൽ എന്തൊക്കെ സംഭവങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കും. We are living in a dangerous and unprecedented moment in American history. This is not a time for wallowing in despair and hiding under the covers. The leader of China, Xi Jinping. While Vladimir Putin says Being the French president, Emmanuel Macron. The Prime Minister, Narendra Modi. Ali Khamenei. Senator Lula da Silva. Since the Israeli Prime Minister, Benjamin Netanyahu. President Erdogan has accused the opposition. The de facto leader of Syria. Giorgia Meloni, who's set to become Italy's now Canada, will never ever be part of America. We're fighting for our kids, for future generations. We're fighting for the future of this planet. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ ഫെബ്രുവരി ലാസ്റ്റ് തൊട്ട് ഇറാനും US തമ്മിൽ വളരെ അടിയാണ്, ബഹളവും ബോംബേറുമായിരുന്നു. അപ്പം ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്ന, ഇപ്പം എല്ലാവർക്കും അറിയാം ആ ഒരു സ്ഥലത്തിൻ്റെ പേര്. ആ വഴിയാണ് നമ്മളുടെ ലോകത്തുള്ള 20%, ഇപ്പം ചൈന, അതുപോലെ ഇന്ത്യ, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിലേക്ക് 20% ഓഫ് ഓയിലും ആ വഴിയാണ് കടന്നു പോകുന്നത്. അപ്പം ഈ ഒരു പാത അടച്ചതോടെ ഓയിലിൻ്റെ പ്രൈസ് വളരെ കൂടി, അതേപോലെ തന്നെ സാധനങ്ങളുടെ വിലയും നല്ല പോലെ കൂടി. ഈ വീക്കിൽ ഓയിലിൻ്റെ പ്രൈസ് $117 ബാരലിന് ഹിറ്റായത്. അപ്പോഴാണ് ചൊവ്വാഴ്ച രാത്രിയിൽ ട്രംപിൻ്റെ ട്വിറ്റ് വരുന്നത്, ഒരു 2 വീക്സിലേക്ക് സീസ് ഫയർ ഞങ്ങൾ ചെയ്യാൻ പോവാണ് എന്നുള്ള വിവരം എല്ലാവരും അറിഞ്ഞു. അപ്പോൾ തന്നെ 117 നിന്ന് പ്രൈസ് ഒരു 50% ക്രാഷ് ചെയ്യാം താഴോട്ട്. US സ്റ്റോക്ക് മാർക്കറ്റൊക്കെ 1000 പോയിൻറ്റ്സ് മേളിലേക്ക് കുതിച്ച് ചാടി. ഇറാനിലൊക്കെ എല്ലാവരും ഭയങ്കര സെലിബ്രേഷൻ. ഞാൻ സന്തോഷിച്ചൊന്നുമില്ല. ഏകദേശം എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു ഈ സീസ് ഫയർ എന്തായി തീരുമെന്നുള്ള. ഒരു 2 വീക്സിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ കോമഡി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കറക്റ്റ് 12 മണിക്കൂർ ആയപ്പോഴത്തേക്കിന് ഇസ്രയേൽ ലെബനാനിൽ ബോംബിട്ടു. ലെബനാനിൽ ബോംബിട്ടപ്പോൾ തന്നെ ഇറാൻ ഉടനെ അമേരിക്കനെ പഴിച്ചുകൊണ്ട് വന്നു, സീസ് ഫയർ നിങ്ങൾ ബ്രേക്ക് ചെയ്തു. നമ്മളുടെ എഗ്രിമെൻറ്റിനകത്ത് സീസ് ഫയറിൻ്റെ എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു, ഇവർ തമ്മിലുള്ള എഗ്രിമെൻറ്റിനകത്ത് ഇറാൻ്റെ കൂട്ടുകാരൻ ഇവർ ലെബനാനിലും അറ്റാക്കുകൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ലാതുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. സോ സീസ് ഫയറിൻ്റെ കാര്യത്തിലൊരു തീരുമാനം അവിടെ ആവുകയാണ്. ഇറാൻ പിന്നീട് പറഞ്ഞു, സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഞങ്ങൾ ഇങ്ങനെ പോയാൽ ക്ലോസ് ചെയ്യും. അല്ലേ തന്നെ അവിടെ കൂടെ ഫ്യൂ ഓഫ് ഷിപ്പുകൾ മാത്രമേ പോകുന്നുള്ളൂ. പേടിച്ചിട്ട് എങ്ങനെ ഇതിനിടയിൽ കൂടെ പോകും. ഇപ്പം $1 million $2 million ടോള് കൊടുത്തിട്ടാണേലും ആ വഴി പോകാമെന്ന് ചിന്തിക്കുന്ന ഷിപ്പാണേ തന്നെ ഈ ടോള് കൊടുക്കാൻ പോകുമ്പോൾ വല്ല ബോംബും എന്ന് വീണ് കഴിഞ്ഞാൽ അവർക്ക് $millions നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്ലെയേഴ്സ് ഒന്നും ഇറങ്ങിയില്ലെങ്കിലും ചെറിയ ട്രാഫിക് ഉണ്ടായി നമ്മുടെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് വഴി ഇത് ഓപ്പൺ ആക്കിയ സമയത്ത്. പിറ്റേ ദിവസം രാവിലെ അമേരിക്കൻ വൈസ് പ്രസിഡൻ്റ് ആയിട്ടുള്ള JD വാൻസ്
നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫോട്ടോയൊക്കെ. പുള്ളി പറയാണ് ഈ സീസ് ഫയറൊക്കെ അല്ലേലും മെസ്സിയാ എന്നുള്ള, എന്താണ് സീസ് ഫയറൊക്കെ അല്ലേലും നടക്കുമോ എന്നുള്ള രീതിയിലുള്ള ഒരു പുള്ളിയുടെ സംസാരം ഭയങ്കര കയറി വൈറലായി. ഇത് കേട്ടപ്പോൾ തന്നെ മാർക്കറ്റ് ഈ 50% ഡൗൺ ആയിടത്തുനിന്ന് വീണ്ടും തിരിച്ച് $100 ബാരലിനെത്തി ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ്. നിങ്ങൾ ആരെങ്കിലും ക്രൂഡ് ഓയിൽ ഈ വീക്കിൽ ട്രേഡ് ചെയ്തിട്ടുണ്ട്, സ്റ്റോപ്പ് ലോസ് ഒന്നും വെക്കാതാണ് ട്രേഡ് ചെയ്തെങ്കിൽ സോറി ഫോർ യു ബ്രോ. എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെയാണ് എല്ലാ മാർക്കറ്റിലെങ്കിലും. ക്രൂഡ് ഓയിൽ ഫണ്ണി ആയിരുന്നു ഈ ഒരു വീക്കിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ടീമുണ്ടല്ലോ നമ്മുടെ അമേരിക്കയിൽ, ഫെഡ് എന്ന് പറയുന്ന ഫെഡ് റിസർവ്, ഇവരുടെ ഒരു ടൂൾ, ഇവരാണ് റെഫറി, ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു റെഫറി എന്ന് പറയുന്നത്. അപ്പം ഇവരുടെ ഒരു ടൂളുണ്ട്, ഇൻഫ്ലേഷൻ എന്നുള്ള ഒരു സംഭവം. ആ ടൂൾ വെച്ചിട്ട് ഇവരുടെ കളിയുണ്ടല്ലോ സമയങ്ങളിലും വന്നിട്ട്. ഹയർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ടു ബോറോ ഡോളർ. അപ്പം ഡോളർ ബോറോ ചെയ്യാൻ എക്സ്പെൻസീവ് ആകുമ്പം ഇൻഫ്ലേഷൻ കൂളാവും. അപ്പം ലോവർ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ചീപ്പ് ടു ബോറോ. അപ്പോൾ എന്ത് പറയും, അപ്പോൾ എന്ത് പറ്റും, എക്കണോമി ബൂസ്റ്റ് ആവും. ഓക്കെ, എല്ലാവരും ഹോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫെഡ് റേറ്റ്സ് കട്ട് ചെയ്യുമെന്നാണ്, ഇൻട്രസ്റ്റ് റേറ്റ്. സോ ഈസി ടു ബോറോ എന്താണ്, അപ്പം എന്താണ് സ്റ്റോക്സിനൊക്കെ നല്ലതാണിത്, മേലേക്ക് പോകും. പക്ഷേ ഫെഡ് പറഞ്ഞു ഞങ്ങൾ ഈ അടുത്തൊന്നും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാൻ പോകുന്നില്ല. ഓയിലിൻ്റെ ഈ ഒരു അവസ്ഥയൊക്കെ കണ്ടിട്ട് എന്താണ് ഈ നടക്കുന്ന വാറിനിടയിലൊന്നും ഞങ്ങൾ വലിയ ഹാപ്പി ഒന്നുമല്ല, ഞങ്ങളതുകൊണ്ട് റേറ്റ്സ് ഒന്നും കട്ട് ചെയ്യാൻ പോകുന്നില്ല എന്നായിരുന്നു ഈ ഒരു വീക്കിൽ വന്ന എന്താണ് റേറ്റ്സ് കട്ടിൻ്റെ ഒരു നമുക്ക് കിട്ടിയൊരു മെസ്സേജ് അവരുടെ ഭാഗത്തു നിന്ന്. ഓക്കെ, അപ്പോൾ ഈ യൂറോ USD ഒക്കെ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് എങ്ങനെ ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഡോളറിൻ്റെ നിങ്ങളിൽ അഫക്റ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഓയിൽ എക്സ്പെൻസീവ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ കമ്പനീസ് ഇപ്പം ട്രാൻസ്പോർട്ടിന് യൂസ് ചെയ്യുന്നത് ഈ ഓയിലാണല്ലോ. പെട്രോളിയം ഉൽപ്പന്നത്തിൻ്റെ എല്ലാം വില കൂടുന്ന സമയത്ത് ഇവർക്ക് വളരെ എന്താണ് ബുദ്ധിമുട്ട് ഏർപ്പെടും. അതിനെയാണ് സിമ്പിളി ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇവർക്ക് ഈ ബിസിനസ്സുകൾക്ക് മുന്നോട്ട് റണ്ണാവാൻ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം എക്സ്പെൻസീവ് ആണ് പെട്രോൾ. ഈ ഇൻഫ്ലേഷൻ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഈ ബാങ്കുകൾ, സെൻട്രൽ ബാങ്കുകൾ റേറ്റ്സ് ഹൈ ആയിട്ട് തന്നെ നിർത്തും. അപ്പം ഈ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഗോൾഡ് സ്ട്രെങ്ത് ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ എന്ത് പറ്റും, യൂറോ USD, GBP USD ഒക്കെ താഴേക്ക് പോകും. താഴേക്ക് പോകണമെന്നില്ല, ചിലപ്പോൾ കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കും. ഓക്കെ, അപ്പം ഈ 70 ഇരുന്ന ഓയിലിൻ്റെ പ്രൈസ് 117 എത്തിയ സമയത്ത് അതുകൊണ്ടാണ് ഗോൾഡ് സേഫ് ഹേവനിൽ റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഗോൾഡ് ഓൾറെഡി ടോപ്പിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ തന്നെ കിടന്ന് ഓടുക അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നാലും ഈ ഹയർ പ്രൈസിൽ തന്നെയാണ് ഗോൾഡ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഡോളർ സ്ട്രെങ്ത് ആവുന്നതും, അതുകൊണ്ടാണ് യൂറോ USD സ്ട്രഗിൾ ചെയ്യുന്നതും ഒക്കെ. ഓക്കെ, ഇതായിരുന്നു ഈ ഒരു വീക്കിലെ കോമഡി എന്ന് പറയുന്നത്. മെയിനായിട്ട് ഈ ഒരു വീക്കിലെ കോമഡി എന്ന് പറയുന്നത് ഈ എന്താണ് പീസ് ഡീൽ തന്നെയായിരുന്നു. കാരണം പീസ് ഡീൽ എഴുതിയ ആ പേപ്പറിനകത്തെ ഇങ്ക് പോലും എന്താണ് ഉണങ്ങിയിട്ടില്ല. അതിനു മുന്നേ ഇറാൻ പറഞ്ഞു അമേരിക്ക ഇതെല്ലാം നശിപ്പിച്ചു, അവന്മാരുടെ എന്താണ് ഞങ്ങളുടെ ഗ്രൗണ്ടിൽ നിങ്ങളുടെ ഡ്രോൺ പറക്കുന്നു, ഇസ്രയേൽ ലെബനാനിൽ ബോംബിടുന്നു, ഇതൊന്നും നമ്മളുടെ പീസ് ഡീലിൽ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു, ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷേ നിങ്ങളിതെല്ലാം എന്താണ് ഇതിനെല്ലാം എതിരെ ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ സ്ട്രെയിറ്റ് ടു ഹോമോഴ്സ് അടയ്ക്കുക എന്നുള്ള രീതിയിലും. അതുപോലെ തന്നെ JD വാൻസിൻ്റെ രാവിലത്തെ എന്താണ് പ്രസംഗത്തിൽ പുള്ളി പറഞ്ഞത് അല്ലേലും ഈ സീസ് ഫയർ ഒക്കെ ഒരു കോമഡി അല്ലേ എന്നുള്ള രീതിയിലുള്ള പുള്ളിയുടെ സംസാരവും ഓക്കെ ആയിരുന്നു ഈ വീക്കിലെ കോമഡി സംഭവങ്ങൾ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് പറയാം. ഇപ്പം എല്ലാ എന്താണ് മന്തുകളിലും ഒക്കെ നമ്മളുടെ ഓരോ രാജ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻട്രൽ ബാങ്കുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നമ്പേഴ്സ് ഇങ്ങനെ വിടും. അത് മാർക്കറ്റിൽ നല്ലപോലെ അഫക്റ്റ് ചെയ്യും. നമ്മൾ ഇപ്പം ട്രേഡർ ആയിട്ടിരിക്കുന്ന ഇപ്പം കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമുക്കൊക്കെ അറിയാം, നമ്മൾ ന്യൂസ് നോക്കിയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ബിഗിനറായിട്ടുള്ളൊരു വ്യക്തിക്ക് ഞാൻ പറഞ്ഞുതരാം, നമുക്ക് എല്ലാ വീക്കിലും കുറേ ന്യൂസുകൾ വരും, ഹൈ ഇമ്പാക്റ്റ് ന്യൂസ്. ഈ ഹൈ ഇമ്പാക്റ്റ് ന്യൂസ് നമ്മളുടെ ചാർട്ടുകളിൽ വളരെ ശക്തമായിട്ട് തന്നെ അഫക്റ്റ് ചെയ്യും. അപ്പം എന്തൊക്കെയാണ് നെക്സ്റ്റ് വീക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിയിരിക്കേണ്ട ന്യൂസ് എന്തൊക്കെയാണെന്ന് പറയാം. ചൊവ്വാഴ്ച എന്താണ് റീറ്റെയിൽ സെയിൽസ് ഉണ്ട് നമ്മളുടെ US-ൻ്റെ. അപ്പം കഴിഞ്ഞ മാസം നമ്മുടെ US എക്കോണമിയിൽ എന്തൊക്കെ നടന്നു, ഏതൊക്കെ എന്താണ് ഷോപ്പുകൾ എത്ര രൂപ സ്പെൻഡ് ചെയ്തു, റെസ്റ്റോറൻറ്റുകൾ എത്ര രൂപ സ്പെൻഡ് ചെയ്തു, ഇതിൻ്റെയൊക്കെ ഒരു കണക്കാണ് ഈ റീറ്റെയിൽ സെയിൽസിനകത്ത് വരുന്നത്. ഇപ്പം ഇങ്ങനെ തിങ്ക് ചെയ്യാം, നിങ്ങളിപ്പോൾ ഒരു എന്താണ് ഷോപ്പിംഗ് മാളിലേക്ക് നടന്നു പോകുന്ന സമയത്ത് ഭയങ്കര തിരക്കും,
എല്ലാവരും ഓരോന്നും മേടിക്കുന്നു, ഭയങ്കരമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നു. അത് ഗുഡ് ഫോർ ദ ഡോളറാണ്. അപ്പം എക്കോണമി നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നേരെ തിരിച്ച് നിങ്ങൾ മാളിലേക്ക് പോകുമ്പോൾ അവിടെ ആരുമില്ല, ഈച്ചയടിച്ച് എല്ലാ കടക്കാരും ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാഡ് ഫോർ ദ ഡോളർ. നല്ലതല്ല അത്രയ്ക്ക് എന്നുള്ള രീതിയിലാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. സ്പെൻഡിങ് ലോവറാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതിൽ നിന്നുണ്ടെങ്കിൽ ഡോളറിന് അതത്ര നല്ലതല്ല. ഡോളർ താഴേക്ക് പോവും, യൂറോ USD ഒക്കെ മേലേക്ക് പോവും. മേലേക്ക് പോകണമെന്നൊന്നുമില്ല, ചിലപ്പോൾ കൺസോൾട്ടേറ്റ് ചെയ്യും, ചിലപ്പോൾ ഒന്ന് മൂവ് ചെയ്യും, അങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത്. നിങ്ങളിങ്ങനെ മേളോട്ട് പോയിക്കൊണ്ടിരിക്കുമെന്നൊന്നും വിചാരിക്കരുത്. ഓക്കെ, ഇപ്പം എന്താണ് സ്പെൻഡിങ് ഹയർ ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതിൽ എങ്കിൽ ഡോളർ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. എന്താണ് യൂറോ USD താഴോട്ട് വരും, യൂറോ USD GBP USD ഒക്കെ. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്ലേ. ഓക്കെ, അപ്പോൾ ചൊവ്വാഴ്ച ആ ന്യൂസ് നോക്കി വെച്ചേക്കുക. ബുധനാഴ്ച UK ഇൻഫ്ലേഷൻ വരുന്നുണ്ട്. അപ്പം ഈ UK ഗവൺമെൻറ് എല്ലാ മന്തിലും ഇപ്പോഴത്തെ എല്ലാത്തിൻ്റെയും പ്രൈസ് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് വിലയിരുത്തും. ഹയർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്, റേറ്റ്സ് ഹൈ ആയിട്ട് തന്നെ നിൽക്കും. പൗണ്ടിന് എന്താണ്, പൗണ്ട് ഗെറ്റ് ഹയർ, എന്താണ് സ്ട്രോങ്ങർ ആവും. ഓക്കെ, ലോവർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്, മേ ബി അവർ റേറ്റ്സ് കട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. വീക്ക് പൗണ്ട് ആയിരിക്കും അതിൻ്റെ റിസൾട്ട് വരുന്നത്. ഓക്കെ, സോ അത് രണ്ടുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് നെക്സ്റ്റ് വീക്ക് വരാൻ പോകുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് വീക്കിൽ ഫുൾ ഡേയിൽ എല്ലാ പെയറിലും നമ്മളുടെ US-ഉം ഇറാനും തമ്മിലുള്ള വാറിൻ്റെ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ട്വിറ്റ് കൊണ്ട് 100-ഉം 150 ഒക്കെ പിപ്പുകളാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാനിൽ വെച്ചിട്ട് ഈ പീസ് ഡീൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 11 പോയിൻ്റ് ആണ് US വെക്കുന്നത്, 15 പോയിൻ്റ് സംതിങ് ഇറാൻ. അത് കറക്റ്റ് ഞാൻ നോക്കിയിട്ടില്ല. എനിക്ക് പിന്നീട് അത് കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ചെയ്യുന്നത്. സോ ഇപ്പോൾ അവരുടെ ഒരു ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് നടക്കുന്നുണ്ട്. അത് മാർക്കറ്റ് ഇപ്പോൾ അടച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ തിങ്കളാഴ്ച തുടങ്ങുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ നല്ല ഭീകരമായിട്ട് മാർക്കറ്റിൽ അഫക്റ്റ് ചെയ്യും തിങ്കളാഴ്ച. ഓക്കെ, ഇപ്പം സിനേറിയോ നമ്പർ 1, ഈ സംസാരം, ഈ ടോക്ക് നല്ലൊരു പോസിറ്റീവായിട്ടാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നെങ്കിൽ ഓയിൽ പ്രൈസ് താഴോട്ട് ഡ്രോപ്പ് ചെയ്യുന്നു, മാർക്കറ്റ് കൂളായിട്ടിരിക്കുന്നു. അതൊരു റിസ്ക് ഓൺ സിനേറിയോ ആണ്. സിനേറിയോ നമ്പർ 2, ഈ ഒരു സംസാരം നല്ല രീതിയിൽ വന്ന് എത്തിച്ചേർന്നില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ പ്രൈസ് വീണ്ടും പൊട്ടിത്തെറിക്കുന്നു. അതേപോലെ തന്നെ അതൊരു റിസ്ക് ഓഫ് സിനേറിയോ ആണ്. സിനേറിയോ നമ്പർ 3, ഒന്നും നടന്നില്ല ഈ ഒരു പീസ് ടോക്കിലും എങ്കിലാണെങ്കിൽ ഇതേപോലെ തന്നെ മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആടി ഒലഞ്ഞ് ഒന്നും അറിയാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കും സ്ലോ ആയിട്ട്. ആ സമയത്ത് പെട്ടെന്നുണ്ടാവുന്ന ട്വിറ്റുകളിലും പെട്ടെന്നുണ്ടാവുന്ന ന്യൂസുകളിലും ഒക്കെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറക്കും. ഓക്കെ, സോ അതാണ് ഈ ഒരു നെക്സ്റ്റ് വീക്കിൽ നമ്മൾ നോക്കേണ്ട കാര്യം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്താം. നമുക്ക് എന്താണ് റിസ്ക് ഓണും റിസ്ക് ഓഫും എന്നുള്ളതിനെ കുറിച്ച് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം ഒരു 2 മൂഡാണ് നമ്മളുടെ ഫുള്ള് എക്കണോമിക് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഡോളറിനും ഒക്കെ ഉള്ളത്. ഒന്ന് റിസ്ക് ഓൺ മൂഡും ഒന്ന് റിസ്ക് ഓഫ് മൂഡ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇപ്പം റിസ്ക് ഓൺ ഉണ്ടെങ്കിൽ മാർക്കറ്റിൽ റിസ്ക് ഓൺ മൂഡാണ്. അപ്പം എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സ്റ്റോക്ക് മേടിച്ചു കൂട്ടും, അതുപോലെ വളർന്നു വരുന്ന എക്കോണമി ബൂസ്റ്റ് ചെയ്യുന്ന കറൻസീസ് മേടിക്കും, ഇതൊക്കെ മേടിച്ച് ഗോൾഡ് സെല്ല് ചെയ്യും. ഈ വക കാര്യങ്ങളൊക്കെ റിസ്ക് ഓൺ സമയത്ത് നടക്കും. റിസ്ക് ഓഫ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും പാനിക്കായിട്ട് ഈ സ്റ്റോക്സ് ഒക്കെ സെല്ല് ചെയ്യും, സ്റ്റോക്സ് ഒക്കെ ഡൗൺ ആവും നല്ലപോലെ, എല്ലാവരും സെല്ല് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കറൻസികൾ സെല്ല് ചെയ്ത് കളയും, ഈ ഗോൾഡ് എല്ലാവരും മേടിച്ച് കൂട്ടും, അപ്പോൾ ഗോൾഡിനൊക്കെ നല്ല പ്രൈസ് ആവും. അതാണ് റിസ്ക് ഓൺ റിസ്ക് ഓഫ്. അപ്പോൾ ആരെങ്കിലും റിസ്ക് ഓഫും റിസ്ക് ഓണും പറയുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഈ റിസ്ക് ഓണും റിസ്ക് ഓഫും കഴിഞ്ഞ അന്ന് നമ്മുടെ ഈ ട്വിറ്റ് വന്നതും സീസ് ഫയർ പറഞ്ഞ സമയത്തും ഒക്കെ 48 hours റിസ്ക് ഓണും ആയി റിസ്ക് ഓഫും ആയി. ഓക്കെ, നമ്മളത് മുന്നേ സംസാരിച്ചതുപോലെ രാവിലെ പീസ് ഡീൽ വരുന്നു, അത് കഴിയുമ്പോൾ അത് പീസ് ഡീൽ അവർ തെറ്റിച്ചു എന്ന് പറഞ്ഞു വരുന്നു. ഇതെല്ലാം റിസ്ക് ഓണും റിസ്ക് ഓഫും സിനേറിയോസ് ഇങ്ങനെ മാർക്കറ്റിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കും. സോ ഇതാണ് നമ്മുടെ സൺഡേ സെറ്റപ്പ്. നമ്മളിനിയിപ്പോൾ എല്ലാ വീക്കിലും ഇതുപോലെ ഒരു സൺഡേ സെറ്റപ്പ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു സീരീസ് ചെയ്യാൻ ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു. എനിക്കും ജിയോ പൊളിറ്റിക്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കാനും ചെയ്യാനും ഒക്കെ ഭയങ്കര താല്പര്യമാണ്. സോ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ
ഇതിനകത്ത് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. ഓക്കെ, സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. സ്റ്റേ സേഫ്.